എന്റെ പ്രിയമുള്ളവരെ, പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ ഈ ഭൂമിയിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേരെ അല്ലാഹു തആല നിയമിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ മാറ്റാൻ, വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റാൻ, കണ്ണീരൊലിക്കുന്നവരുടെ കണ്ണുനീര് മാറ്റാൻ, പടച്ചറപ്പേ സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരുടെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ ഒരൊറ്റ വാക്കേ നമുക്ക് മുമ്പിലുള്ളൂ. അത് നമ്മളുടെ റബ്ബാണ്, നമ്മുടെ റബ്ബാണ്. അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, എനിക്ക് മനസ്സിന്റെ പ്രയാസമാണെന്ന് പറയുമ്പോ അതിന് പരിഹാരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ദുനിയാവിൽ തന്നെ പല ആളുകളെയും അല്ലാഹു തആല നിയമിക്കുന്നതാണ്. പടച്ചറപ്പേ, എന്റെ പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ജില്ലയിലേക്കൊന്ന് കടന്നു നോക്കാം. അല്ലാഹുവേ, ലോകത്തിന്റെ മുമ്പിൽ കേരളക്കലയിൽ അറിയപ്പെട്ട പ്രഭാഷകനായ നൗഷാദ് ബാഖവി ഉസ്താദ് ഉണ്ടല്ലോ. പടച്ചറപ്പേ, ആ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹുവേ സ്നേഹസാഗരം എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം നടത്തുന്നുണ്ടല്ലോ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം മുഴുവനും ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും കണ്ടതാണ്. പഠിച്ചവനെ, അല്ലാഹുവേ, റോഡരികിൽ ആരുമില്ലാതെ കിടക്കുന്നവര്, രോഗം പിടിച്ചിട്ട് കിടക്കുന്നവര്, ആരാരും നോക്കാനില്ലാതെ കിടക്കുന്നവര്, ഇവരൊക്കെ പഠിച്ചറപ്പേ അല്ലാഹുവേ കഴുകി വൃത്തിയാക്കിയിട്ടോ, വേണ്ട ശുശ്രൂഷകൾ കൊടുത്തിട്ടോ, മരുന്ന് വേണ്ടവർക്ക് മരുന്ന് കൊടുത്തിട്ടോ, വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രം കൊടുത്തിട്ടോ, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടോ, സ്നേഹസാഗരം എന്ന് പറയുന്ന ആ വലിയ സാഗരത്തിന്റെ ഉള്ളിൽ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, എത്രയോ വാപ്പമാരാ, എത്രയോ ഉമ്മമാരാ പഠിച്ചവനെ കിടക്കുന്നത്. അവിടെ ജാതിയില്ലല്ലോ, അവിടെ മതമില്ലല്ലോ, പഠിച്ചവനെ ആരാരുമില്ലാതെ നോക്കാൻ ആളുകളില്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകൾ. ആ കിടക്കുന്ന പല ആളുകൾക്കും പഠിച്ചവനെ മക്കളുണ്ടോ, അവർക്ക് മരുമക്കളുണ്ടോ. പക്ഷേ അല്ലാഹുവേ, തന്റെ വാപ്പയാണിത്, തന്റെ ഉമ്മയാണെന്ന് പോലും നോക്കാതെ തെരുവോരങ്ങളിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അവരെയാണ് സ്വന്തം വാപ്പയെയും ഉമ്മയെയും പരിചരിക്കുന്നത് പോലെ പഠിച്ചവനെ സ്നേഹസാഗരം എന്ന് പറയുന്ന പവിത്രമായ ആ ഭവനത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് പഠിച്ചവനെ അവിടെ നിന്ന് വെള്ളം കൊടുത്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും മരുന്ന് കൊടുത്തിട്ടും വസ്ത്രം കൊടുത്തിട്ടും അതിനുപരി ഏറ്റവും കൂടുതൽ ഒരു മകന്റെ സ്ഥാനത്ത് നിന്നിട്ട് സ്നേഹം കൊടുത്തിട്ടും പഠിച്ചവനെ വളർത്തുന്നത്. അല്ലാഹുവേ, അവിടെ പോയി ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കുകയാണ്. ജനലോരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് വാതിലിന്റെ തൊട്ടടുത്തിരുന്നിട്ട് പഠിച്ചവനെ ഓരോ വാപ്പയും ഉമ്മയും ഇങ്ങനെ കണ്ണു നിറക്കുകയാണ്. എന്നെ കൊണ്ടുപോകാൻ എന്റെ പൊന്നുമക്കള് കടന്നു വരുമോ, അവൻ വരുമോ, അവള് കടന്നു വരുമോ എന്നവിടെ നിന്ന് ആലോചിച്ചുകൊണ്ട് പഠിച്ചറപ്പേ ഓരോ വാപ്പയും ഉമ്മയും ഇങ്ങനെ കണ്ണുനീരൊഴുക്കുന്നത് പഠിച്ചവനെ പല ആളുകളും കണ്ടവരുണ്ടോ. പല വൃദ്ധസദനങ്ങളുടെയും അവസ്ഥ അതാണല്ലോ. വാപ്പാ, എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നീ കാഷ്ടിച്ചപ്പോ, നീ ചെറിയ കുട്ടിയായപ്പോ നീ ഒന്ന് കാഷ്ടിച്ചിരുന്നല്ലോ, നീ മൂത്രിച്ചിരുന്നല്ലോ. പഠിച്ചവനെ, നിന്നെ എങ്ങാനും നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിലേക്ക് നിന്റെ പൊന്നുമ്മ കൊണ്ടു കൊടുത്തിട്ടില്ല. ഇന്ന് നിന്റെ ഉമ്മ നിന്റെ വീട്ടിനകത്തുനിന്ന് മൂത്രമൊഴിക്കുമ്പോ, നിന്റെ ഉമ്മയൊന്ന് കാഷ്ടിക്കുമ്പോ, നിന്റെ ഉമ്മ പഠിച്ചവനെ പ്രായം ചെന്നിട്ടോ അല്ലാഹുവേ എഴുന്നേറ്റ് പോയിട്ടൊന്ന് അറിയാതെ തന്റെ വായ്ക്കകത്ത് നിന്ന് തുപ്പുനീര് നിലത്തെത്തിയപ്പോ നിന്റെ ഭാര്യക്കത് തടസ്സമായി, നിനക്കത് തടസ്സമായി. പഠിച്ചറപ്പേ, നിനക്ക് അറപ്പായി. നിന്റെ കാഷ്ടവും നിന്റെ മൂത്രം കോരിയത് നിന്റെ ഉമ്മാന്റെ കൈ കൊണ്ടല്ലടോ. നിന്റെ ഉമ്മാന്റെ ശരീരമുണ്ടല്ലോ, അവിടെ നിന്ന് ചുക്കിച്ചുളിഞ്ഞു പോയതോ നിന്നെ ഓർത്തിട്ടാ മോനെ. നിന്റെ വാപ്പാന്റെ മുതുകങ്ങ് വളഞ്ഞു പോയത് നിനക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ. നിനക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാനോ, നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ, അവിടുന്ന് സമ്പാദിക്കാനും
മുതുകത്ത് ചാക്കിയേറ്റിയിട്ടും പണിയെടുത്തിട്ടും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാ പടച്ച തമ്പുരാനെ അല്ലാഹുവേ, എന്നിട്ടും വൃദ്ധസദനത്തിന്റെ ഉള്ളിലകത്തേക്ക് കൊണ്ടുപോയിട്ട് തള്ളുന്ന ചെറുപ്പക്കാരാ, നീ രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ മോനെ? നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലാ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളാകാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഉമ്മമാര്, അല്ലാഹുവേ, ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ ഉമ്മമാര്, അല്ലാഹുവേ പടച്ചറപ്പേ, ഒരാൾക്കും നീ പ്രയാസം കൊടുക്കല്ല അല്ലാ, വേദനകൾ കൊടുക്കല്ല അല്ലാ, പ്രയാസങ്ങൾ കൊടുക്കല്ല റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് പടച്ചവനെ നീ മഗ്ഫിറത്തും റഹ്മത്തും നീ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പല ആളുകളും വിദ്യാഭ്യാസം കൂടുമ്പോ അല്ലെങ്കിൽ പവർ കൂടുമ്പോ വിവാഹം കഴിക്കുമ്പോ അല്ലെ ഭാര്യയ്ക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ പണം കൂടുമ്പോ നമ്മുടെ കൂട്ടുകാരും പല ആളുകളുടെയും സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രായമായ ഉമ്മയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ, വാപ്പയൊക്കെ നിൽക്കുന്ന കാണുമ്പോ പല ആളുകൾക്കും മടിയാ. പടച്ചോനെ, ഇതാണ് എന്റെ ഉമ്മ, ആ ചുക്കിച്ചുരിഞ്ഞ ശരീരവുമായിട്ട് പടച്ചോനെ നിൽക്കുന്ന ഉമ്മ അല്ലെ, നിൽക്കുന്ന വാപ്പ, അവരെ കാണാൻ വല്ലാത്ത മടിയാ. പടച്ചവനെ, അങ്ങനെ മടി കാണിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ അവരെ മറ്റുള്ളവരിലേക്ക് നോക്കാൻ വേണ്ടി ഏൽപ്പിക്കാം. നമ്മൾ ചെറുപ്പത്തില് എന്തെല്ലാം കുസൃതികൾ കാണിച്ചിട്ടുണ്ട്. എത്ര നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഉമ്മ പറയും, മോനെ എടാ നീ എന്നെ പറ്റിച്ചല്ലടാ, നീ എന്നെ പറ്റിച്ചല്ലടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മാന്റെ ശരീരത്തിലൂടെ തന്നെ കാഷ്ടിച്ചാലും ഉമ്മാക്ക് കുഴപ്പമില്ല. ഉമ്മാന്റെ ശരീരത്തിലൂടെ മൂത്രിച്ചാലും എന്റെ പ്രിയമുള്ളവരെ അത് നമുക്ക് കുഴപ്പമില്ല, ഉമ്മാർക്ക് കുഴപ്പമില്ല. നമ്മുടെ വീട്ടിനകത്തുനിന്ന് മൂത്രിക്കുമ്പോ, നമ്മുടെ വീട്ടിനകത്തുനിന്ന് കാഷ്ടിക്കുമ്പോ ആ ഉമ്മാനെ തെറി പറയുന്ന എത്ര മക്കളുണ്ടെന്നറിയോ? ഉമ്മാനെ ചീത്ത പറയുന്ന എത്ര മക്കളുണ്ടെന്നറിയോ? അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളുടെ മക്കളൊക്കെ, ഞങ്ങളുടെ ഉമ്മാർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കറപ്പേ, നമ്മുടെ വാപ്പാർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കറപ്പേ. എന്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ പടച്ചോനെ, നിന്റെ റഹ്മത്തിന്റെ കവാടം നീ അവർക്ക് തുറന്നു കൊടുക്കറപ്പേ. ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദിന്റെ സ്നേഹസാഗരത്തിന്റെ ഉള്ളറയിൽ എന്റെ പ്രിയമുള്ളവരെ, അവിടുന്നൊക്കെ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മഹാനായ ബഹുമാനപ്പെട്ട ഉസ്താദിനൊക്കെ അവിടുന്ന് കൈപ്പിടിച്ചുയർത്താനുള്ള ആളുകളാണ് അവരൊക്കെ. ഉസ്താദിനെ വിളിക്കും, പഠിച്ചവനെ ഞങ്ങളെ നോക്കിയവരാ, ഞങ്ങളെ മക്കളെക്കാൾ സ്നേഹിച്ചവരാണ് അവരെ. പഠിച്ചവനെ, നീ നരകത്തിലോ അക്കല്ല റബ്ബേ, മേശറിൽ പരാജയപ്പെടുത്തല്ല അല്ലാ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ അവർ ഒരുമിച്ച് കൂട്ടി വെച്ചതാണ് ആ സ്വത്ത്. എത്രയോ പ്രായം ചെന്ന, ജാതിയില്ല, മതമില്ല, ജാതി മത ഭേദമന്യേ അവിടെ എത്രയോ ആളുകളാണ്, എത്രയോ ഉപ്പമാരാണ്, ഉമ്മമാരാണ്. അല്ലാഹു അങ്ങനെ ഒരുപാട് ഉസ്താദന്മാർ അല്ലെ, സംഘടനകൾ നേതൃത്വം നൽകുന്ന വൃദ്ധസദനങ്ങളുണ്ട്. പാവപ്പെട്ട വാപ്പയും ഉമ്മയും കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹു ബോധം നൽകട്ടെ.